അവസ്ഥ. അപ്പം നിങ്ങൾ ഈ കഥ കേൾക്കണം. ഒരു വീട്ടിൽ ഒരച്ഛനും അമ്മയും 4 പെൺകുഞ്ഞുങ്ങളും കേട്ടോ. അപ്പോൾ 2 കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ച് വിട്ടു. എങ്കിലും അവർ ആ അച്ഛന് മക്കളില്ലാത്തതുകൊണ്ട് അവരെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. പിന്നെ ഒരു കുട്ടി ഭിന്നശേഷിയുള്ളൊരു കുട്ടി, അതിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. എന്നാലും ആ സഹായം നമ്മളെപ്പോഴും ആ കുട്ടിക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ 4ാമത്തെ കുട്ടി കല്യാണം പോലും കഴിക്കാതെ വീടിന് വേണ്ടി പഠിക്കുന്ന കാലത്തും 2 മണിക്കൂർ 3 മണിക്കൂർ അധ്വാനിച്ച് എല്ലാം കൊണ്ട് കഴിവുള്ളൊരു കുട്ടി. ആ കുട്ടിയിലായിരിക്കും ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും പ്രതീക്ഷ, ഈ കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെയും അമ്മേൻ്റെയും പ്രതീക്ഷ അതിലായിരിക്കും. ഒരു ദിവസം ഈ കുട്ടി പറയാം, രാവിലെ നീച്ച് വന്നിട്ട്, അമ്മ എനിക്ക് ഈ ഭൂമിയോട് തന്നെ വെറുപ്പാണ്, പിന്നെ എനിക്ക് ജീവിക്കണം തന്നെയല്ല. അത് കേൾക്കുമ്പോൾ ആ അമ്മ മരിച്ചു പോയി. അതേ പറയാനുള്ളൂ. ആ അമ്മ പിന്നെ ആ കുട്ടി അങ്ങനെ പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷകളും ആ കുട്ടീൻ്റെയിലാണ്. അപ്പോൾ ആ മോളങ്ങനെ പറയുമ്പോൾ ആ അമ്മ മരിച്ചു പോയി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതിന് കാരണക്കാരായ ആൾക്കാരോ പിന്നെ സുഖിച്ച് നാട്ടിൽ കയ്യും വീശി പിന്നെയും നുണകളുടെ പുറത്ത് 1000 നുണ പറഞ്ഞ് നടക്കുന്നു.